അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, താങ്കൾ പറഞ്ഞു സാധാരണ നിലയിൽ ഈ കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാര തുക നേടിയെടുക്കാനുള്ള സമ്മർദ്ദമായിരുന്നു ആദ്യം സർക്കാർ നടത്തേണ്ടിയിരുന്നതെന്ന്. ഇനി നമുക്ക് അതിന്റെ നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ ആരാണ് ഇതിന് കേസിന് പോകേണ്ടത്? അത് സംസ്ഥാന സർക്കാരാണോ? ഇപ്പോൾ ഈ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്. അതോ കേന്ദ്ര സർക്കാരാണോ ഇതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്ത് നടപടികളാണ് നമ്മുടെ മുന്നിൽ ഒരു സാധ്യതയായി ഉള്ളത്? ഇതിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു പ്രൊസീഡിങ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ MSc ആണെങ്കിലും വാൻഹായ് ആണെങ്കിലും അവരുടെ അഭിഭാഷകർ മോസ്റ്റ് പ്രോബബ്ലി ലണ്ടൻ ബേസ്ഡ് ലോയേഴ്സാണ്. അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ നോർമലി ഇറ്റ് ഹാപ്പൻസ് ഓൾസോ എയ്തർ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ വെയിൽസ് അല്ലെങ്കിൽ യൂറോപ്പിൽ അവരുടെ ബിൽ ഓഫ് ലേഡിങ്ങിൽ ഉള്ള ജൂറിസ്ഡിക്ഷനിൽ അവർ കോടതിയിൽ അപ്രോച്ച് ചെയ്ത് അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കും. അതിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതാണ് എൻ്റെ പ്രോസസ്സ്. അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ ഒരു ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കുകയും ആ ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ മീൻസ് ഇവരുടെ മറ്റ് കപ്പലുകൾ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാർക്കും ഈ രാജ്യത്തെവിടെയും ഈ മറ്റ് കപ്പലുകൾക്ക് എഗെയിൻസ്റ്റായിട്ട് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ക്ലെയിം റേസ് ചെയ്യാനോ സാധിക്കില്ല. ആ പെർട്ടിക്കുലർ കോടതിയിൽ, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലാണെങ്കിൽ ആ കോടതിയിൽ ഇവരുടെ ഇൻഷുറൻസ് കമ്പനി, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി കമ്പനി, അവർ ഒരു ലെറ്റർ ഓഫ് ഇൻഡെമിനിറ്റി അവർ ആ കോടതിയിൽ കൊടുക്കും. ഒരു എക്സ് എമൗണ്ട് ഓഫ് $1 million, ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് അവരവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അവർ ഈവൻ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ദേ വിൽ ഗിവ് എ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇത്ര എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഞങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കോസ്റ്റൽ സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ നഷ്ടപരിഹാരത്തിന് നമ്മൾ ആ ഫോറത്തിൽ അപ്രോച്ച് ചെയ്തതായിട്ട് വരും. അവർ ഒരു ലോ ഫോമിനെയോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു അതോറിറ്റിയെയോ ഇംഗ്ലണ്ടിൽ അപ്പോയിൻറ്റ് ചെയ്യുകയും നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിനുണ്ടാകുന്ന എല്ലാവിധ നാശനഷ്ടങ്ങളും പരിഹാരങ്ങളും എല്ലാം അവിടെ നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫർദറായിട്ട് ഡിലേ ചെയ്താൽ അതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാശങ്ക. കാരണം വൺസ് ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മുടെ ഇവിടെ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ്, MScയിൽ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെ ക്ലെയിം മുഴുവനും ഇവിടെ ഈ കോടതികളിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതടുത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പറയുന്ന ക്ലെയിം മുഴുവനും നമ്മൾ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറയും ഇന്ന ലോ ഫോമിനെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ക്ലെയിം മുഴുവനും അവിടെ നിങ്ങൾ പരാതി ഉന്നയിക്കുക. അവർ ആ ക്ലെയിം പ്രോസസ് ചെയ്തിട്ട് അതിന്റെ അഡ്ജുഡിക്കേഷൻ അവിടെയായിരിക്കും നടക്കുക. അവിടെ എനിക്കൊരു ചെറിയ സംശയം അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ, ഇത് നമ്മുടെ തീരത്ത് നടന്ന ഒരു അപകടം, അതിന്റെ ആഘാതമൊക്കെ ഏൽക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക്, അതിന്റെ മുഴുവൻ ബാധ്യതയും പേറേണ്ടി വരുന്നത് നമ്മുടെ നാട്. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്നത് എങ്ങനെയാണ് ഇംഗ്ലണ്ടിലോ വെയിൽസിലോ ഏതെങ്കിലും ഒരു ലോ ഫേമിന് കൊടുത്തു എന്നതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് മാറാൻ കഴിയുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. മാത്രമല്ല കേന്ദ്ര സർക്കാർ ആകല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി കേസ് വാദിക്കേണ്ടി വരുന്നത്? അതായത് കേന്ദ്ര സർക്കാരാണോ ഇതിൽ കക്ഷിയാവുക? ഈ രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് സംശയം ബാക്കിയുള്ളത്. ഈവൻ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൂടിയും അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ള ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്ബാണ് അവരുടെ ഇൻഷുറൻസ് എങ്കിൽ ഈ കപ്പൽ ഉടമയും പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്ബിലെ ഇൻഷുറൻസും തമ്മിലൊരു ധാരണയുണ്ടാവും. ഇവരുടെ ഡിസ്പ്യൂട്ട്സ് ഏത് ജൂറിസ്ഡിക്ഷനിലാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ജൂറിസ്ഡിക്ഷൻ ഫൈനലൈസ് ചെയ്യുക. പിന്നീടുള്ള തർക്കങ്ങളെല്ലാം പിന്നീടാണ് തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എക്സ്പ്രസ് പേൾ ഇതിനു മുമ്പ് കൊളംബോയിൽ നടന്നിട്ടുള്ള ഇൻസിഡൻ്റ് ആണെങ്കിലും മറ്റു ചില ഇൻസിഡൻ്റ് ആണെങ്കിലും ഇതേ പ്രോസസ്സ് അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അവർ ആ ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആ രീതിയിലേക്ക് മാറുമോ എന്നുള്ള ഒരു ആശങ്കയും എനിക്കുണ്ട്.